നാണുവണ്ണ. ആര് നാണുവണ്ണ? നാണുവണ്ണാരാ? എന്റെ ഭർത്താവ് നാണുവണ്ണൻ. ചുമ്മാരി തമാശ കളിക്കരുത്. ഇത് ഭയങ്കരമായ മന്ത്രവാദിയാണ് ഭൈരവ സ്വാമികൾ. അല്ല, ഭൈരവൻ എന്നുള്ളത് അത് ഒഫീഷ്യൽ നെയിമാ. വീട്ടിൽ ഞങ്ങൾ ബെഡ്റൂമിൽ വിളിക്കുന്ന നാണുവണ്ണൻ. അല്ല, വീട്ടിൽ വിളിക്കുന്ന പേരാ നാണുവണ്ണൻ. എന്റെ നാണുവണ്ണൻ. നിങ്ങളുടെ ഭാര്യയാണോ ഇത്? അത് ഭാര്യ പെണ്ണുപിള്ളേ. ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ല രാവിലെ എണീറ്റപ്പോ ഞാൻ അമ്പലത്തിൽ പോവും, അങ്ങോട്ട് വരണോന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ ഒരു പൂജ വന്നാ ഞാൻ കൂടി ഇങ്ങോട്ട് പോകുന്നില്ലേ? ആണോ? ആ. എന്നാ അതുകൊണ്ട് പായസം കുടിക്കും. പായസം എന്താ സംഭവം? ഇന്ന് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതും മറന്ന്. ഇന്ന് അണ്ണന്റെ പിറന്നാളല്ലേ അണ്ണ? വൃശ്ചികത്തിലെ തിരുവോണ നാള്. ഓ കേട്ടോ, വൃശ്ചികത്തിലെ തിരുവോണനാളാ ഞാൻ. എന്റെ പിറന്നാളായത്. നമുക്ക് ആഘോഷിക്കാം. പായസം മാത്രം പറയും. ചിക്കൻ കറി വേണം. ചിക്കൻ കറി വേണോ? വേണ്ട പറഞ്ഞത് വൃശ്ചികത്തിലെ തിരുവോണം. തിരുവോണം വൃശ്ചികത്തിലെ തിരുവോണം ഇന്ന്. പായസം മാത്രല്ലേ, സദ്യയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യ്. കുറച്ചു പേർക്ക് കൂടുതൽ സദ്യ ഉണ്ടാക്കി. നമ്മുടെ കളവെല്ലാം തീരും. 5 കോടി രൂപ തിരിച്ചു കിട്ടും. അയ്യോ, അതെ, ദൈവമായിട്ട് കൊണ്ടുവന്നതാണ്. ഇവരെ ഇന്ന് ഞാൻ കുരുതി കൊടുക്കും. സത്യത്തിൽ നിങ്ങൾ ഇന്ന് പാവം കേട്ടോ. ചിരിച്ചുകൊണ്ട് പറയണം. നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പറ. ഞാൻ ഒരു കാര്യം പറയാം. അതെ, ഈ നരബലി എന്നുള്ളതേ അത് ഭയങ്കര പ്രശ്ന, ഭയങ്കര കുറ്റകരമാണ്. അത് നിയമമല്ലത്. നിയമം അല്ല, നിയമമല്ലത്. എന്റെ ദൈവമേ, ഇപ്പൊ ഇവന്റെ വാക്കും കേട്ട ആ പാവപ്പെട്ട കൊന്നെങ്കിൽ ഞാൻ ജയിലിൽ പോകില്ലായിരുന്ന. നീ മാത്രം. അപ്പൊ ഞങ്ങളോ? ഇന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഈ മന്ത്രവാദവും കോപ്പും കൊടുത്തൊക്കെ വേണ്ടത്. ഇവനെ പോലുള്ള കള്ള മന്ത്രവാദികളാണ് നരബലി, കോപ്പ്, കൊടുത്തക്കളെന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മനുഷ്യനെ കുരുതി കൊടുക്കുന്നത്. ഇവരെയൊക്കെ വാരി വലിച്ച് ഇടിച്ച് നശിപ്പിച്ച് കുഴിച്ച് മൂടേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ചെയ്യരുതെന്നോ? അത് ഭയങ്കര പാവാ. എന്നെ ജീവിക്കാൻ വിട്. നിന്നെ ഞങ്ങൾ ജീവിക്കാൻ വിടും. പക്ഷെ ജീവിക്കുന്നത് ഇവിടെ അല്ല, അങ്ങ് സെൻട്രൽ ജയിലില്ല. വിളിക്കടാ പോലീസിനെ.